ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ഈശോയുടെ തലയിൽ അണിയിച്ച മുൾക്കിരീടം ഉണ്ടാക്കാൻ ഉപയോഗിച്ച മുള്ളെന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് എത്രത്തോളം സഹനം ഈശോ അനുഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാവേ. കണ്ടോ, ഇതാണ് ഈശോയുടെ തലയിൽ അണിയിച്ച മുൾക്കിരീടം ഉണ്ടാക്കാൻ ഉപയോഗിച്ച മുള്ള്. പിന്നെ ഇവിടെ ഇരുന്നാണ് ഈശോ ജെറുസലേമിനെ നോക്കി വിലപിച്ചതെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാൽ ജെറുസലേം കംപ്ലീറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്നാൽ ജെറുസലേം കംപ്ലീറ്റ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ആധികാരികമായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. അച്ഛൻ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പം അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനോ ഒന്നും കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ എനിക്ക് കിട്ടിയ വിഷ്വൽസ് ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. ഇവിടെ നിന്നാൽ ജെറുസലേം കംപ്ലീറ്റ് കാണാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്നും ഇതെന്താണെന്നും അച്ഛൻ തന്നെ നിങ്ങൾക്ക് വിവരിച്ചു തരും കേട്ടോ. കാരണം അച്ഛൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. അപ്പം അന്നേരം എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് അച്ഛനായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചും അച്ഛൻ നല്ല വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മൈക്കിൻ്റെ ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ മൈക്കില്ലാതെയാണ് അച്ഛൻ ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം എല്ലാം കറക്റ്റ് ക്ലിയർ ആണെന്ന് എനിക്കും കറക്റ്റായിട്ട് അറിയത്തില്ലെങ്കിലും അച്ഛൻ പറഞ്ഞതിൻ്റെ കുറേയൊക്കെ നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതെന്താണ് അച്ഛൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് ഇതിൽ നിങ്ങൾക്ക് വ്യക്തമാക്കാൻ കഴിയും കേട്ടോ. അപ്പം നമുക്ക് അച്ഛൻ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാവേ. കാണുന്നതാണ് ഈ ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇപ്പോൾ അത് അൽ-അക്സ മോസ്കും ഡൂം ഓഫ് ദ റോക്ക് ആണ്. ആ കറുത്ത രീതിയിൽ കാണുന്നത് അവിടെ നിന്നാണ് പ്രോഫറ്റ് മുഹമ്മദ് സ്വർഗത്തിലേക്ക് പോയെന്ന് വിശ്വസിക്കപ്പെടുന്നത് മുസ്ലിംസിന്റെ വിശ്വാസം. മോസ്കാണ് കാണുന്നത്. അവിടെയായിരുന്നു ജെറുസലേം ദേവാലയം കാണിക്കുന്നത് പറയുന്നത്. അവിടെയാണ് ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്തിരിക്കുന്നത്. അത് ആ മലയ്ക്കുള്ള പേര് മോറിയ മലയാണ്. മോറിയ മല അറിയാമോ? ഈ ദേവാലയത്തിൽ നോക്കിയിട്ടാണ് യേശു ജനിച്ചത്. അപ്പൊ നമ്മുടെ ദേവാലയത്തിൽ നിന്ന് ജെറുസലേം കാണും. ദേവാലയം